കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും കഴിഞ്ഞൊരു 10 വർഷമായിട്ട് LDF തുടർ ഭരണം വന്നു. BJP കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് താങ്കൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ ഇരുന്ന ആളാണ്. ഇത്രയും വർഷത്തെ ഈ ഒരു പ്രവർത്തനം കാരണം ഓരോ വർഷവും ഓരോ 5 വർഷം കൂടുമ്പോഴും വോട്ട് പെർസെൻറ്റേജ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കാം BJPക്ക് ഇത്ര വർഷമായിട്ടും കേരളത്തില് ഒരു മൂന്നാം മുന്നണിയായിട്ട് ഉയർന്നു വരാതിരിക്കാൻ കാരണമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒന്ന് LDF UDF തുല്യ ശക്തികളാണ്. അവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.5-2% വ്യത്യാസമാണ്. ഈ തുല്യ ശക്തികളായതുകൊണ്ട് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മൂന്നാമതൊരു ശക്തിക്ക് വളർന്നു വരാൻ വലിയ വിഷമമാണ്. അത് ഇവിടെ നിന്നല്ല, മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിരന്തരമായ ശ്രമത്തിലൂടെ സാധിക്കൂ. സ്ലോ ബട്ട് സ്റ്റഡി. ഓക്കെ. BJP കേരളത്തിൽ 1980-ലാണ് ഇവിടുത്തെ പ്രവർത്തനം, പാർട്ടി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിലും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വോട്ട് ചോദിച്ച് ഓരോ മണ്ഡലങ്ങളിൽ വേരുകൾ കടന്നു ചെന്നെത്തിയത് അതിനുശേഷമാണ്. അപ്പോൾ അതിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുന്നോട്ട് പോകുന്നത് അത് ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയാണ് വളരേണ്ടത്. ഇനി രണ്ട് മുന്നണികളെയും തകർത്തുകൊണ്ട് മൂന്നാമതൊരു ശക്തി, ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിന് സംഭാവന ചെയ്യാൻ BJP കഴിയും. BJP അനിവാര്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം 70 വർഷമായിട്ട് ഇവരുടെ ഭരണം കാണുകയാണ്. LDF UDF അല്ലെങ്കിൽ LDF ഇങ്ങനെ മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിച്ചവരാണ്. കേരളത്തിന് ഒരു മേൽഗതി നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവ് ഈ കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ടൊരു മാറ്റത്തിന് ആഗ്രഹിക്കുകയാണ്. മാറാതെ നിൽക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രസക്തിയുണ്ട്. BJPക്കാണ് ഇന്ന് പ്രസക്തിയുള്ളത്. NDAക്ക് പ്രസക്തിയുണ്ട്. കാരണം LDF UDF കണ്ട് മടുത്തവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഇന്ന് നാടിൻ്റെ ഈ മുരടിപ്പിന് കാരണം അവരാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വലിയ കാറ്റടിച്ച് ലക്ഷങ്ങൾ ഇങ്ങനെ വാരിക്കോരി വോട്ട് നേടിയെടുക്കാനൊന്നും സാധിക്കില്ല. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടർമാർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് മാറണമെങ്കിൽ അത് ബോധ്യപ്പെട്ടു വരണം. അത് വരികയാണ്. ഉറച്ച വോട്ടാണ്. അത് കൂടിക്കൂടി വരികയാണ്. ഇനിയും കൂടും. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത്, അവസാനം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിച്ചു. അവിടെ 50 സീറ്റുകളോളം പിടിച്ചു. മുനിസിപ്പാലിറ്റികൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തുകൾ ധാരാളം ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വളരും. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയില് ആ സംസ്ഥാനത്തിന്റെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാകണം എന്നാണ് പൊതുവെ പറയുന്നത്. ആ ഒരു ബന്ധം കേരളത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. ഓക്കെ.